ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ദ ടെക് ബ്രോ. നമ്മളിന്നിവിടെ കാണാൻ പോകുന്ന വൈൽഡ്ക്രാഫ്റ്റിൻ്റെ ഫ്ലിപ്പ് റക്സ് 2 റക്സാക്ക് എന്ന ബാഗാണ്. 60 ലിറ്റേഴ്സ് വരുന്നൊരു ബാഗാണിത്. ഫ്ലിപ്കാർട്ട് നല്ലൊരു വലിയൊരു കാർഡ്ബോർഡ് ബോക്സിലാണ് നമുക്ക് വൈൽഡ്ക്രാഫ്റ്റിൻ്റെ ബാഗ് പാക്ക് ചെയ്ത് സെൻഡ് ചെയ്തിട്ടുള്ളത്. ഇന്ത്യയിൽ ട്രാവൽ അഡ്വഞ്ചറസ് ബാഗുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് ലഭിക്കുന്നത് വൈൽഡ്ക്രാഫ്റ്റിൻ്റെ ബാഗുകൾ തന്നെയാണ്. എപ്പോഴും ഒരു പ്രീമിയം ക്വാളിറ്റി കീപ്പ് ചെയ്യുന്നുണ്ട് വൈൽഡ്ക്രാഫ്റ്റ്. ബോക്സ് അൺബോക്സ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് തന്നെ ഒരു പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞിട്ടുള്ളൊരു ബാഗാണ്. ബാഗ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. 1.3 കിലോഗ്രാമാണ് ഇതിന് വെയിറ്റ് വരുന്നത്. 60 ലിറ്റേഴ്സ് കപ്പാസിറ്റിയാണ് നമുക്ക് ഈ ബാഗിന് ലഭിക്കുന്നത്. അത്രയൊരു കപ്പാസിറ്റിയുള്ള ബാഗിന് ഇത്രയുമേ വെയിറ്റ് ഉള്ളൂ എന്നുള്ളത് നമുക്ക് എപ്പോഴും ഹെൽപ്ഫുള്ളാണ്. ഇൻ്റർനാഷണൽ ട്രാവൽ ചെയ്യാനാണെങ്കിലും ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ട്രാവൽ കാര്യങ്ങളൊക്കെ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ പോലും നമുക്കൊരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു ബാഗ് എപ്പോഴും ഹെൽപ്ഫുള്ളാണ്. കൂടുതൽ സാധനങ്ങൾ നമുക്ക് കൊണ്ടുപോവുകയും ചെയ്യാം. പ്രൈസ് ടാഗും മറ്റും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ MRP ആയിട്ട് നൽകിയിരിക്കുന്നത് 5600 റുപ്പീസിന് ആണ്. എങ്കിൽ പോലും നമുക്ക് ഫ്ലിപ്കാർട്ടിൽ ഒരു ഓഫർ പ്രൈസിൽ ലഭിച്ചിരിക്കുന്നത് 1700 രൂപയ്ക്കാണ്. ഓഫർ ടൈമിൽ നമുക്ക് അറൗണ്ട് 2000 രൂപയ്ക്ക് നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് പ്ലാസ്റ്റിക് കവറുകൾ തുറന്ന് നമുക്ക് നോക്കാം. ബാഗിൽ നമുക്ക് തൊടുമ്പോൾ തന്നെ മനസ്സിലാവും അതിൻ്റെ ഒരു ക്വാളിറ്റി എന്താണെന്ന്. പോളിസ്റ്റർ മെറ്റീരിയലാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. വാട്ടർ പ്രൂഫും കാര്യങ്ങളൊന്നും അല്ല. കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. റെഡ് ഓറഞ്ച് ഗ്രേ എന്നൊരു കോമ്പിനേഷനാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെ ബാക്കോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ പാഡ് ഷോൾഡർ സ്ട്രാപ്സ് ഒക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ലോഡ് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കും. പിന്നെ സ്റ്റെറം സ്ട്രിപ്പൊക്കെ നൽകിയിട്ടുണ്ട്, നമുക്കൊരു സ്നെക്ക് ഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വേസ്റ്റ് ബെൽറ്റും മറ്റും നൽകിയിട്ടുണ്ട്, അതും വിത്ത് കുഷൻഡാണ് നൽകിയിരിക്കുന്നത്. അതൊക്കെ നമുക്കൊരു നല്ലൊരു വെയിറ്റ് ട്രാൻസ്ഫർ കാര്യങ്ങളൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവിടെ നല്ലൊരു ക്ലിപ്പും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ഇനി മുകളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഹുഡിനകത്ത് നമുക്ക് ഒരു സ്റ്റോറേജ് കാണാൻ സാധിക്കും. അത്യാവശ്യം നമുക്ക് എമർജൻസി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് അവിടെ സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഹുഡ് ഓപ്പൺ ചെയ്യാനാണ് നമുക്ക് 2 ക്ലിപ്പുകളാണ് നൽകിയിരിക്കുന്നത്. ക്ലിപ്പുകൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു ഓറഞ്ച് കളറിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവിടെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു ബാഗാണ് നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയുന്നത്. തൊടുമ്പോൾ തന്നെ നമുക്ക് പോളിസ്റ്റർ മെറ്റീരിയലിൻ്റെ ഒരു പ്രീമിയംനെസ് മനസ്സിലാകുന്നുണ്ട്. ഉള്ളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഹിഡൻ പൗച്ച് കാണാനുണ്ട്. അത്യാവശ്യം നമുക്ക് ചെറിയ യൂട്ടൻസിൽസൊക്കെ സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്ന ഒരു പൗച്ചാണ് അവിടെ നൽകുന്നത്. പിന്നെ നമുക്ക് ലാപ്ടോപ്പിൻ്റെ 5.6 ഇഞ്ചസിൻ്റെ ഒരു സ്റ്റോറേജ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സേഫായിട്ടിരിക്കാൻ വേണ്ടി ബാക്ക് സൈഡിൽ നമുക്ക് നല്ലൊരു ഹാർഡ് കാർഡ്ബോർഡും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഒരു സ്റ്റിഫ്നെസ് എപ്പോഴും ഈ ഒരു ബാഗിനെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സൈഡിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കംപ്രഷൻ ക്ലിപ്പുകളൊക്കെ നൽകിയിട്ടുണ്ട്. നമുക്ക് വെയിറ്റും നമുക്ക് ലോഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ആ ഒരു ലുക്കും ഫീലിൽ ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് അത് യൂസ് ചെയ്യാവുന്നതാണ്. ആ ഒരു കംപ്രഷൻ ബെൽറ്റുകൾ 2 കംപ്രഷൻ ബെൽറ്റുകൾ നൽകിയിരിക്കുന്നത്. പിന്നെ സൈഡിൽ നിന്ന് നമുക്ക് ഈസി അക്സസിന് വേണ്ടി നമുക്ക് സിബ് നൽകിയിട്ടുണ്ട്. മെയിൻ ചേമ്പറിലേക്കുള്ള അക്സസ് നമുക്ക് അവിടെ നിന്നാണ് ലഭിക്കുന്നത്. മേളിലും നമുക്ക് ഒരു അക്സസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. 2 എൻട്രികളാണ് നമുക്ക് മെയിൻ ചേമ്പറിലേക്ക് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് സാധനങ്ങൾ വെക്കാൻ സാധിക്കും. അത്യാവശ്യം നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിൽ ഈസി എൻട്രിക്ക് വേണ്ടിയാണ് സൈഡിൽ നമുക്കൊരു സിബ് കാര്യങ്ങളൊക്കെ നൽകിയിരിക്കുന്നത്. മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സൈഡിലൊരു മെഷ് പോക്കറ്റ് കാണാൻ സാധിക്കുന്നതാണ്. നമുക്ക് അത്യാവശ്യം പവർ ബാങ്കോ മറ്റും നമുക്ക് വെക്കുവാനും പിന്നെ ബോട്ടിൽ ഹോൾഡേഴ്സുമാണ് നൽകിയിരിക്കുന്നത്. 2 സൈഡിലും നമുക്ക് നൽകിയിട്ടുണ്ട്. അത് 2 സെപ്പറേറ്റ് ആയിട്ടാണ് നൽകിയിരിക്കുന്നത്. ചെറിയൊരു ബോട്ടിലിനും വലിയൊരു ബോട്ടിലിനുമുള്ള സ്പേസ് പോലെയാണ് നൽകിയിരിക്കുന്നത്. മേളിൽ നമുക്ക് ക്ലിപ്സ് കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അത് ഹുഡിലേക്കുള്ളതാണ്. ബാക്കിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റെയിൻ കവർ കാണാൻ സാധിക്കുന്നതാണ്. നമുക്ക് വാട്ടർ പ്രൂഫ് അല്ലാത്ത ബാഗ് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു റെയിൻ കവർ നൽകിയിട്ടുണ്ട്. 60 ലിറ്റേഴ്സിൻ്റെ ഒരു ബാഗ് നമുക്ക് കവർ ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു ക്വാളിറ്റി ആയിട്ടുള്ള ഒരു കവറാണ് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ബാഗിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ലൊരു വെയിറ്റ് ഫീൽ ചെയ്യുന്ന ഒരു മെറ്റീരിയലാണത്. അതൊരു വലിയൊരു ഗ്രേ കളർ ബാഗിൽ ഒരു കവറാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. ചുറ്റും എലാസ്റ്റിക്കും മറ്റും നൽകിയിട്ടുണ്ട്. ഇത് എപ്പോഴും ചാടി വീണ് പോകാണ്ടിരിക്കാൻ വേണ്ടി ഒരു എലാസ്റ്റിക് കണക്ടിവിറ്റിയോടാണ് എപ്പോഴും നൽകിയിരിക്കുന്നത്. ബാഗുമായിട്ട് എപ്പോഴും കണക്ട് ചെയ്തിട്ടായിരിക്കും ഉണ്ടാകുക. അപ്പോൾ നമുക്ക് ഫുൾ കവർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അത്യാവശ്യം ചെറിയ മഴകളിൽ നിന്ന് നമുക്ക് ബാഗിനെ നമുക്ക് വാട്ടർ പ്രൂഫ് പോലെ നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കുന്ന രീതിയിലാണ് നമുക്ക് കവർ നൽകിയിട്ടുള്ളത്. ഏകദേശം മൊത്തം ബാഗ് നമുക്ക് കവർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അത്യാവശ്യം ബാഗ് നനയാണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും പോകാം. ഗ്രേ കളറിൽ ഒരു ബ്ലാക്ക് ബാഡ്ജിങ് നൽകിയിട്ടുണ്ട്. വൈൽഡ്ക്രാഫ്റ്റിൻ്റെ പേരും മറ്റും. അങ്ങനെയാണ് നമുക്ക് ഈ ഒരു കവർ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അത്യാവശ്യം ബ്ലാക്ക് കളറിൽ ആണ് നൽകിയിരിക്കുന്നത്. നമുക്ക് ആവശ്യം കഴിഞ്ഞതിന് ശേഷം നമുക്ക് എളുപ്പത്തിൽ തന്നെ നമുക്ക് തിരിച്ച് നമ്മുടെ ബാഗിൽ തന്നെ സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണ് ഇത് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. എപ്പോഴും നമ്മുടെ
ആ ഒരു സ്പേസുമായിട്ട് കണക്ട് ചെയ്തിട്ടായിരിക്കും ഉണ്ടാകുക. നമുക്കിത് ഫോൾഡ് ചെയ്ത് നല്ല രീതിയിൽ ഫോൾഡ് ചെയ്ത് നമുക്ക് അങ്ങോട്ടേക്ക് തന്നെ വെച്ച് നമുക്ക് സിബിട്ട് ലോക്ക് ചെയ്യാവുന്നതാണ്. ഈ ഒരു ബാഗ് പോളിസ്റ്റർ മെറ്റീരിയൽ കൊണ്ടാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, അത്യാവശ്യം ചെളിയും കാര്യങ്ങളൊക്കെ പറ്റിയാൽ പോലും നമുക്ക് നനഞ്ഞ തുണി കൊണ്ട് തുടച്ച് കളയാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ബിൽഡ് ചെയ്തിട്ടിരിക്കുന്നത്. ബാക്കോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു എയർ മെഷ് ബാഗ് സിസ്റ്റമൊക്കെയാണ് നൽകിയിരിക്കുന്നത്. നല്ലൊരു വെൻറ്റിലേഷനും കാര്യങ്ങളും നമുക്ക് ഇതിലൂടെ ലഭിക്കുന്നുണ്ട്. എത്ര ലഗേജസ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് എയർ വെൻറ്റിലേഷൻസ് പെർഫെക്റ്റ് ആയിട്ട് നടക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ബാക്ക് സൈഡ് വേർക്കുകയോ ചൂടാവുകയോ ചെയ്യില്ല. നമ്മുടെ ഈ ബാഗിൻ്റെ കൂടെ നമുക്ക് നൽകിയിരിക്കുന്ന ടാഗുകളും മറ്റും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള ഇൻസ്ട്രക്ഷൻസും മറ്റും നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നതാണ്. റെയിൻ ഗാർഡ് എങ്ങനെ യൂസ് ചെയ്യണമെന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം അതിന് നൽകിയിട്ടുണ്ട്. ജെന്യൂൻ പ്രൊഡക്റ്റ് എന്നുള്ള ഡീറ്റെയിൽസും മറ്റും ഇതിൽ നൽകിയിട്ടുണ്ട്. കൂടാതെ നമുക്ക് ഇതിൻ്റെ ബാഗിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇതിനകത്ത് കാണാൻ സാധിക്കുന്നതാണ്. കൂടാതെ നമുക്ക് 18 months വാറണ്ടിയാണ് നമുക്ക് നൽകുന്നത്. വാറണ്ടി കാർഡും ഇതിൽ കൂടെ കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. തൊട്ട് പുറകിലായി MRP നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 5600 രൂപയാണ് MRP നൽകിയിരിക്കുന്നത്. ഓവറോൾ ഈ ബാഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ക്വാളിറ്റി ബാഗാണ്. ഫ്ലിപ്കാർട്ടിലും മറ്റും ഫീഡ്ബാക്കുകളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ബിൽഡ് ക്വാളിറ്റിയെക്കുറിച്ചൊക്കെ ആൾക്കാർ നല്ല രീതിയിൽ പറയുന്നുണ്ട്. കപ്പാസിറ്റിയെക്കുറിച്ചും ബാക്ക് സ്ട്രിപ്പിനെ കുറിച്ചും എല്ലാം നൽകുന്ന രീതിയിൽ പറയുന്നുണ്ട്. റെയിൻ കവർ നൽകിയിരിക്കുന്നത് നല്ലൊരു ഫീച്ചറായിട്ടാണ് എല്ലാവരും കരുതുന്നത്. വൈൽഡ് 5 കൊല്ലത്തെ വാറണ്ടിയാണ് നൽകുന്നത്. എങ്കിൽ പോലും ഫ്ലിപ്കാർട്ടിൽ നമുക്ക് വാങ്ങുമ്പോൾ 1 കൊല്ലത്തെ 1.5 കൊല്ലത്തെ വാറണ്ടിയാണ് നൽകുന്നത്. വൈൽഡ് ഫുൾ പ്രൈസിൽ വാങ്ങുന്ന സമയത്താണ് നമുക്ക് 5 കൊല്ലത്തെ വാറണ്ടി നൽകുന്നത്. ഫ്ലിപ്കാർട്ടിൽ 4.5 റേറ്റിംഗ് ആണ് കസ്റ്റമേഴ്സ് നൽകിയിരിക്കുന്നത്. ഹാങ് ചെയ്യാനുള്ളതും ക്വിക്ക് സിപ്പറും ഒക്കെയാണ് എല്ലാവരും പോസിറ്റീവായിട്ട് പറയുന്നത്. ഈ ഒരു ബാഗും ഏറ്റവും മികച്ചത് തന്നെയാണെന്നാണ് എനിക്കും തോന്നുന്നത്. താങ്ക് യു.